അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥത്തെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഗാലക്സി, അങ്ങനെ കോടാനുകോടി ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന ഈ വലിയ പ്രപഞ്ചം എത്രത്തോളം വലുതല്ലേ? അതിൻ്റെ തുടക്കവും ഒടുക്കവും ഒന്നും തന്നെ നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ കുറച്ച് കാര്യങ്ങൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാമോ? ശരി. അതായത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയോ? പഠിച്ചു വെച്ചേക്കുക. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൈഡ്രജൻ. അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിക്കാം. അതിനും ഉത്തരം എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രപഞ്ചമൊട്ടാകെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചാലോ? ഒരു സംശയവും കൂടാതെ പഠിക്കുക, അറിഞ്ഞു വെച്ചേക്കുക, അത് ഇരുമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്, അതല്ലെങ്കിൽ ദ്രവ്യമേത് എന്ന് ചോദിക്കാം. നമുക്ക് ഖരം, ദ്രാവകം, വാതകം ഒക്കെ ആണെന്ന് തോന്നും. എന്നാൽ അങ്ങനെയല്ല, അത് പ്ലാസ്മയാണെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു ഫാക്റ്റും കൂടി ഞാൻ പറഞ്ഞോട്ടെ. പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാ എന്ന് ചോദിക്കാം. ഇനേർട്ട് ഗ്യാസ് ഏതാ എന്ന് ചോദിക്കാം. ഒരു കൺഫ്യൂഷനും കൂടാതെ പഠിച്ചു വെക്കുക. അതിൻ്റെ ഉത്തരം ഏതാണെന്നറിയോ? അത് ഹീലിയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും വസ്തുതകൾ കേരള PSC LGS എന്നോ LD എന്നോ ഡിഗ്രി എന്നോ CPO എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ ലെവലിലും ഉള്ള എക്സാംസിന് ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സെറ്റാക്കി വെച്ചേക്കുക. നമുക്കിനി കുറച്ചും കൂടി ഭൂമിയോട് അടുത്ത് വന്നാലോ? ശരി. പ്രപഞ്ചം കഴിഞ്ഞ് നമുക്ക് രണ്ടാമതായിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പോകാം, അല്ലേ? അതായത് ഭൂമിക്ക് ചുറ്റും കാണപ്പെടുന്ന പഞ്ഞിപ്പുതപ്പ് പോലുള്ള ആവരണത്തിന് വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കും. അതിന് വിളിക്കുന്ന പേരാണ് അന്തരീക്ഷം. അതായത് ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതെന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്നോ ചോദിച്ചാൽ സംശയമൊന്നും കൂടാതെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? അത് നൈട്രജൻ ആണ്. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ രണ്ടാമത് കൂടുതൽ കാണപ്പെടുന്ന വാതകമെന്നോ അതല്ലെങ്കിൽ മൂലകമെന്നോ ചോദിച്ചാലോ? രണ്ടാം സ്ഥാനത്താണ് നമ്മളെല്ലാവരും ശ്വസിക്കുന്ന, അതല്ലെങ്കിൽ ജീവവായു എന്ന പേരിട്ട് വിശേഷിപ്പിക്കുന്ന ഓക്സിജൻ വരുന്നത്. ഓക്കെ. ഇനി കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പ്രപഞ്ചമൊട്ടാകെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹീലിയമാണ്. എന്നാൽ അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാ എന്ന് ചോദിക്കാം. ഈ ചോദ്യത്തിനെ ഞാനൊന്ന് മാറ്റി പറയട്ടെ. അതായത് അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ആരാ? ആ ആരാ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കാരണം ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആർഗൺ. ക്ലിയർ ആയോ? അതുപോലെ അന്തരീക്ഷത്തില് നാലാമത് കൂടുതൽ കാണപ്പെടുന്ന വാതകം ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകമാണ് കേട്ടോ. അപ്പോ ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. വേറെ ആരുമല്ല, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നും പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് നോക്കിയാലോ. അതായത് ഇത്രയേ ഉള്ളൂ. അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം മൂലകം ചോദിച്ചാൽ നൈട്രജൻ ആണ് കേട്ടോ. ഇനി രണ്ടാമത് കൂടുതൽ കാണപ്പെടുന്ന വാതകം മൂലകം ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ഇനി അന്തരീക്ഷത്തില് മൂന്നാമത് കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിക്കുമ്പോഴും ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏത് എന്ന് ചോദിച്ചാലും രണ്ടിനും ഉത്തരം ആരാ? യെസ്, അത് ആർഗൺ ആണെന്ന് പഠിച്ചു വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തില് നാലാമത് കൂടുതലുള്ള വാതകം ഏത് എന്ന് ചോദിച്ചാലും ആഗോള താപനം അതല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരനായ വാതകം ആര് എന്ന് ചോദിക്കുമ്പോഴും ഉത്തരം എന്ത് തന്നെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ ഭൂമി മൊത്തത്തില്
അതായത് ഭൂമിയുടെ ഉപരിതലം ക്രസ്റ്റ് ആയിക്കോട്ടെ, ഇനി അതിന്റെ മാൻഡിൽ ആയിക്കോട്ടെ, അതുപോലെ പുറക്കാമ്പ്, അകക്കാമ്പ്, ഇന്നർ കോറും ഔട്ടർ കോറും, അങ്ങനെ എല്ലാം കൂടി ചേർക്കുന്ന നമ്മുടെ ഒബ്ലേറ്റ് സ്പെറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡൽ ആകൃതിയിലുള്ള ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമി മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാ എന്ന് നിങ്ങളോട് ചോദിക്കും. ഇത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾ പലരുടെയും മനസ്സിൽ വന്ന ഉത്തരമല്ല അതിന്റെ ഉത്തരം. പലരും അലുമിനിയം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം, പക്ഷെ അതിന്റെ ഉത്തരം എന്താണെന്നറിയോ? അത് ഇരുമ്പാണെന്ന് പഠിച്ചു വെക്കുക. മനസ്സിലായോ? അപ്പൊ ഭൂമി മൊത്തത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാ എന്ന് ചോദിച്ചാൽ ഏതാ? അത് ഇരുമ്പാണ്. അതുപോലെ ഭൂമിയുടെ ആകെ മാസിന്റെ, അതായത് ടോട്ടൽ മാസിന്റെ 80%-ലധികവും 80%-ലധികവും സംഭാവന നൽകുന്ന ലോഹമേത് എന്ന് ചോദിക്കാം. അതിനും ഉത്തരം എന്ത് തന്നെയാണ്? ഇരുമ്പ് തന്നെയാണെന്ന് പഠിച്ചേക്കണം. അതുപോലെ ഭൂമിയുടെ കേന്ദ്രത്തില്, അതായത് സെന്ററില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമേതാ എന്ന് ചോദിക്കാം. അതിനും ഉത്തരം എന്ത് തന്നെയാണ്? ഇരുമ്പ് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ അലുമിനിയം എവിടെയാ പഠിച്ചത്? മിസ് പറഞ്ഞത് തെറ്റാണോ? അതോ ഞാൻ പഠിച്ചതിൽ തെറ്റാണോ? ഒരു തെറ്റുമില്ല. നിങ്ങൾ മനസ്സിലാക്കിയതോ ഞാൻ പറഞ്ഞതോ ഒക്കെ ഓക്കെയാണ്. അതിങ്ങനെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അലുമിനിയം വരുന്നത് എവിടാന്നറിയോ? നോക്കൂ, ഭൂമിയുടെ ഉപരിതലത്തിൽ, അതല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ, അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റില്, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാ എന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരവാണ് അലുമിനിയം. ഇത് പഠിക്കാനായിട്ട് നമുക്കൊരു സാധനം അതിനകത്ത് തന്നെയുണ്ട്. നോക്കൂ, ഭൂവൽക്കം എന്നല്ലയോ പറയുന്നത്? എർത്ത് ക്രസ്റ്റ്, ഭൂവൽക്കം. അതിൽ തന്നെയുണ്ട് ഭൂവൽ, അൽ. ആ അൽ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ മാറിപ്പോവരുതേ. ഭൂമി മൊത്തത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചാലോ ഇരുമ്പാണ്. എന്നാൽ ഭൂവൽക്കത്തില് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അത് അലുമിനിയമാണെന്ന് പഠിച്ചു വെക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾ ജോഗ്രഫിയിലും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് ഈ ഭൂമിയുടെ ഉപരിതലത്തിനെ നമുക്ക് ഈ കരഭാഗം, കടൽ തറ, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയുമല്ലോ. ഈ കരഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ മൂലകങ്ങൾ കൊണ്ടാണ് എന്ന് ചോദിക്കും. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഒന്ന് സിലിക്കൺ, ഓക്കെ. ഇനി രണ്ടാമത്തേത് അലുമിനിയം. അതുകൊണ്ട് കരഭാഗം അറിയപ്പെടുന്ന പേര് സിയാൽ. ഇത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. അതായത് സിലിക്കണിൽ നിന്നും അലുമിനിയത്തിൽ നിന്നും ചേർന്നാണ് സിയാൽ. സിയാൽ എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ കരഭാഗം. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ഈ കടൽത്തറ എങ്ങനെയായിരിക്കാം അറിയപ്പെടുക? അതായത് കടൽത്തറ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാ എന്ന് ചോദിച്ചാൽ അത് സിലിക്കണും മെഗ്നീഷ്യവും ആണ്. അപ്പോൾ സിലിക്കൺ അതിന്റെ സിയും മെഗ്നീഷ്യത്തിന്റെ മായും കൂടെ എടുത്തിട്ട് കടൽത്തറ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? യെസ്, അതിനെ സിമ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഭൂമിയുടെ ഉൾക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട ലോഹങ്ങൾ കൊണ്ടാണ് കേട്ടോ. അതിലെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് മെറ്റൽ ഏത് അല്ലെങ്കിൽ ലോഹം ഏത് എന്ന് ചോദിച്ചാൽ ഒന്ന് നിക്കലാണ്, ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലോഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ്. അപ്പോൾ നിക്കലിന്റെ സിമ്പൽ Ni-യും ഇരുമ്പിന്റെ ലാറ്റിൻ പേര് ഫെറം എന്നല്ലേ, അതിന്റെ സിമ്പൽ Fe കൂടെ എടുത്തിട്ട് നമുക്ക് ഭൂമിയുടെ ഉൾക്കാമ്പിനെ എങ്ങനെ വിളിക്കാം? നൈഫ് എന്ന് വിളിക്കാം, ഓക്കെ. ചിലര് നൈഫിനെ നിഫെ എന്നും പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ കരഭാഗം സിലിക്കൺ, അലുമിനിയം സിയാൽ. ഇനി ഭൂമിയുടെ കടൽ തറ സിലിക്കൺ, മെഗ്നീഷ്യം സിമ. അതുപോലെ ഭൂമിയുടെ ഉൾക്കാമ്പ് നിക്കൽ, അയൺ അല്ലെങ്കിൽ നിക്കൽ, ഫെറം, നൈഫ്. ഈ രീതിയിൽ പഠിച്ചു വെക്കാം. ഉൾക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമിയുടെ ഉൾക്കാമ്പില് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാലോ അതിന് ഒരു ഡൗട്ടും ഇല്ല, അത് ഇരുമ്പ് തന്നെയാണ്. അപ്പോ പ്രപഞ്ചം, ഇനി ഭൂമിയുടെ അന്തരീക്ഷം, അതുപോലെ ഭൂമി, പിന്നെ ഭൂവൽക്കം, ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും ഇത് ഉപകരിക്കുന്നതായിരിക്കും. അടുത്തൊരു സെഷനിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം.